ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ക്ലാസ് 10 കേരള സിലബസിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 3 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് 4ാമത്തെ ക്ലാസ്സാണ്. 4ാമത്തെ ക്ലാസ് 3ാമത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഇതുവരെ കാണാത്ത ആളുകൾ പോയിട്ട് 3ാമത്തെ ക്ലാസ് വരെയുള്ളത് കണ്ടു തീർക്കുക. അതിനുശേഷം 4ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് സമയം കളയേണ്ട, നേരെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് എന്നാണ് ആ ഒരു ഹെഡിങ്, ആ ഒരു ടോപ്പിക്കിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. ഇതിൽ ചോദിച്ചിരിക്കുന്നൊരു ചോദ്യം ശ്രദ്ധിക്കൂ. സീരീസ് അരിത്തമെറ്റിക് സീക്വൻസ് 19, 28, 37 ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19 ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 28 ആണ്, തേർഡ് ടേം എന്ന് പറയുന്നത് 37 ആണ്. ഇനി ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലൂടെ എഴുതാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു രീതി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ആളാരാണ്? അത് 19 ആണ്. സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന ആളാരാണ്? 28 ആണ്. തേർഡ് പൊസിഷനിൽ കിടക്കുന്ന ആളാരാണ്? 37 ആണ്. ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 9 വീതമാണ് കൂട്ടി പോകുന്നത് അല്ലേ? അപ്പോൾ ഇവരുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. ഡി എന്ന് പറയുന്നത് ഇവിടെ 9 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ ഹൗ ഡസ് ദി ടേം ചേഞ്ചസ് വിത്ത് ദി പൊസിഷൻ ഇൻ ദിസ്? അതായത് ടേമിന് എന്ത് മാറ്റമാണ് വരുന്നത്? പൊസിഷൻ മാറുന്നതനുസരിച്ച്, സ്ഥാനം മാറുന്നതനുസരിച്ച് ടേമിന് എന്ത് ചേഞ്ചാണ് വരുന്നത്? പൊസിഷൻ എന്ന് പറയുന്നത് 1 വീതം കൂടുമ്പോൾ ടേമുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? 9 വീതം കൂടിയാണ് പോകുന്നത് അല്ലേ? 9 വീതം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഡി എന്ന് പറയുന്ന സംഖ്യയാണ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്നത് ഒരു പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷൻ ആകുമ്പോൾ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്? 9 എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് തേർഡ് പൊസിഷനിലോട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? പൊസിഷൻ 1 കൂടുമ്പോൾ ടേം എന്ന് പറയുന്നത് 9 കൂടുന്നുണ്ട്. ഓക്കെ, സോ ഹൗ ഡു വി കമ്പ്യൂട്ട് ദി 10th ടേം ഓഫ് ദിസ് സീക്വൻസ്? ഇങ്ങനെ തന്നിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ 10th ടേം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തേർഡ് ടേമിൽ നിന്ന് ഇതിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് ടേം എന്ന് പറയുന്നത് തേർഡ് ടേം മുതൽ 10ാമത്തെ ടേം വരെയുള്ള പൊസിഷൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3നോട് 7 കൂട്ടുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? 10 കിട്ടുന്നത്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 7 ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഈ 7 പ്രാവശ്യവും എന്ത് ചെയ്യുന്നുണ്ട്? 9 ആഡ് ചെയ്ത് പോകുന്നില്ലേ? 10ാമത്തെ ടേം എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന 3ാമത്തെ ടേമിൻ്റെ ഒപ്പം 7 പ്രാവശ്യം 9ഉം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് 3ാമത്തെ ടേം ആയിട്ടുള്ള 37ൻ്റെ കൂടെ 7 എത്ര പ്രാവശ്യം ആഡ് ചെയ്യുന്നുണ്ട്? 7 എന്ന് പറയുന്നത് 9 പ്രാവശ്യം, 9 എന്ന് പറയുന്നത് 7 പ്രാവശ്യം ആഡ് ചെയ്ത് പോകുന്നുണ്ട്. 37 പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്? 9 × 7 കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് വരിക? 37 പ്ലസ് 63 നമുക്ക് 100 എന്ന് വന്നു. ഇനി അടുത്തൊരു കാര്യം ചോദിച്ചേ, നമ്മളിപ്പോൾ തേർഡ് ടേമിൽ നിന്നാണ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഇനി എന്തായിരിക്കും നമ്മൾ ഫസ്റ്റ് ടേമിൽ നിന്നാണ് ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലുള്ള അവസ്ഥ? ഫസ്റ്റ് ടേമും 10th ടേമും അല്ലേ? ഫസ്റ്റ് ടേമും 10th ടേമും തമ്മിലുള്ള പൊസിഷൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടേമിൽ നിന്ന് 10ാമത്തെ ടേം വരെ എത്തുമ്പോൾ എത്ര പ്രാവശ്യം 9 ആഡ് ചെയ്യുന്നുണ്ട്? 9 പ്രാവശ്യം ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19 ആണ്. 19ൻ്റെ ഒപ്പം എത്ര പ്രാവശ്യമുണ്ട്? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 9 ആണ്. 9 പ്രാവശ്യം 9 എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ 19 പ്ലസ് 81 എത്രയാണ്? 100 ആണ്. അപ്പോൾ 10th ടേം എന്ന് പറയുന്നത് 100 ആണെന്ന് ഈ മെത്തേഡിലൂടെ കിട്ടി. ഇനി അടുത്ത ടെക്സ്റ്റ് ബുക്കിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ക്യാൻ യു കമ്പ്യൂട്ട് ദി 10th ടേം ഫ്രം ദി സെക്കൻഡ് ലൈക്ക് ദിസ്? 2ാമത്തെ ടേമിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. 2ാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ് നമ്മളുടെ സെക്കൻഡ് ടേം എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2ാമത്തെ ടേം മുതൽ 10ാമത്തെ ടേം വരെയുള്ള പൊസിഷൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 10 - 2 8 ആണ്. അപ്പോൾ 8 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? 9 ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ആരുടെ ഒപ്പം?
28ൻ്റെ ഒപ്പം അപ്പോൾ 28 പ്ലസ് 8 ഇൻറ്റു 9 അതായിരിക്കും നമ്മളുടെ 10ാമത്തെ ടേം എന്ന് പറയുന്നത്. സോ 10th ടേം എന്ന് പറയുന്നത് 2ാമത്തെ ടേമിൻ്റെ ഒപ്പം 8 പ്രാവശ്യം 9 ആഡ് ചെയ്യുന്നതാണ്. അതായത് 28 പ്ലസ് 72 നമുക്ക് എത്ര വന്നു? നമുക്ക് 100 എന്ന് ഉത്തരം വന്നു. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതാണ്. ദ 4th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 45 ആൻഡ് ദി 5th ടേം ഈസ് 56. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന 2 ടേമുകളാണ് തന്നിട്ടുള്ളത്. അടുത്തടുത്ത് കിടക്കുന്ന 2 ടേമുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 4ാമത്തെ ടേം എന്ന് പറയുന്നത് 45ഉം 5ാമത്തെ ടേം എന്ന് പറയുന്നത് 56ഉമാണ്. സോ നമുക്ക് എന്തറിയാം, ഇവിടുന്ന് ഡി കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. 86 മൈനസ് 45 എത്രയാണ്? 11 ഇവിടുത്തെ ഡി എന്ന് പറയുന്നത്. നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ മുമ്പോട്ടല്ല നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് 10th ടേം എന്ന് പറയുമ്പോൾ മുൻപോട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ നടുക്ക് പ്ലസ് എഴുതിയത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന പുറകോട്ടുള്ള ടേമാണ്, പ്രീവിയസ് ടേമുകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ടേം, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ 4th ടേമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കാം. 4th ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും തമ്മിലുള്ള പൊസിഷൻ്റെ വ്യത്യാസം എത്രയാണ്? ആദ്യത്തെ ടേമും 4ാമത്തെ ടേമും തമ്മിലുള്ള പൊസിഷൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 3ആണ്. അപ്പോൾ എത്ര പ്രാവശ്യം 11 കുറയ്ക്കുന്നുണ്ട്? 4ാമത്തെ ടേമിൽ നിന്ന്, 4ാമത്തെ ടേം ആയിട്ടുള്ള 45ൽ നിന്ന് 3 പ്രാവശ്യം 11നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നത്. അതായത് 45 മൈനസ് 33 ചെയ്യുക. 45 മൈനസ് 33 എത്രയാണ്? 12 നമ്മളുടെ ഉത്തരമെന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത ഒരു ചോദ്യം നമ്മളടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദി സീക്വൻസ് 91, 82, 73? മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള സീരീസിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇവിടെയുണ്ട്. ഇവിടെ എന്ത് ചെയ്യാണ്? മുൻപോട്ട് പോകും തോറും ടേമുകൾ കുറഞ്ഞാണ് വരുന്നത്. ആദ്യത്തെ ടേം 91 ആണെങ്കിൽ 2ാമത്തെ ടേം അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്രയാണ്? അതിൻ്റെ ഉള്ളിൽ നിന്ന് 9 കുറച്ച് 82 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡി എന്ന് പറയുന്നത് കുറച്ച് വരികയല്ലേ. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്നത് -9 എന്ന് എടുക്കാമല്ലോ. 9 കുറച്ചാണ് പോകുന്നത്. ആദ്യത്തെ കേസുകളിലൊക്കെ എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോയിക്കൊണ്ടിരുന്നത്. ഐ മീൻ അതൊരു പോസിറ്റീവായിട്ടുള്ള നമ്പറായിരുന്നു ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡിഫറൻസ് 2ാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? -9 ആണ്. നമ്മളിങ്ങനെയല്ലേ എടുത്തു വരാറ്? കോമൺ ഡിഫറൻസ് നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2ാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം അല്ലെങ്കിൽ അടുത്തടുത്ത് കിടക്കുന്ന ടേമുകളുടെ ഡിഫറൻസ് അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ 9 എടുത്ത് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 9 എടുത്തിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. ഞാനിവിടെ -9 എടുത്തിട്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി. ഈ മെത്തേഡ് -9 എടുത്ത് ചെയ്തു പോകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ D-9 എടുത്തത്. നമുക്കിനി 10th ടേം കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ 10th ടേം കണ്ടുപിടിക്കുമ്പോൾ എന്താണ് ഇവിടെ അവസ്ഥ? നമ്മൾ ആദ്യത്തെ ടേമിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കാം. ആദ്യത്തെ ടേമിൽ നിന്ന് 10ാമത്തെ ടേം വരെയുള്ള പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 10ാമത്തെ ടേം ആദ്യത്തെ ടേം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ്? 9. അതായത് ആദ്യത്തെ ടേമിൽ നിന്ന് 9 പൊസിഷൻ വ്യത്യാസമുണ്ട് 10ാമത്തെ ടേമുമായിട്ട്. അപ്പോൾ സോ നമ്മളുടെ എത്ര പ്രാവശ്യമാണ് ഡി എത്ര പ്രാവശ്യമാണ് ആഡ് ചെയ്ത് പോകുന്നത്? ഡി ഇൻറ്റു അതായത് 9 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? -9 ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ആരുടെ ഒപ്പം? 91ൻ്റെ ഒപ്പം. ഓക്കെ, അതായത് 91ൻ്റെ ഒപ്പം 9 പ്രാവശ്യം -9 ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് 91 പ്ലസ് 9 ഇൻറ്റു 9 -9 എന്ന് പറയുന്നത് -81 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 91 മൈനസ് 81. നമ്മുടെ 10th ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The 4th term of an arithmetic sequence is 65 and the 5th term is 54. അപ്പോൾ ഇവിടെയും നോക്കൂ, സെയിം അവസ്ഥ തന്നെയാണ്. അതായത് 4ാമത്തെ ടേം എന്ന് പറയുന്നത് 65ഉം 5ാമത്തെ ടേം എന്ന് പറയുന്നത് 54ഉമാണ്. അപ്പോൾ ഇവിടെയും എന്താണ്? കുറഞ്ഞാണ് വരുന്നത് അല്ലേ. സോ നമ്മുടെ ഡി എന്തായിട്ട് നമ്മൾ എടുക്കാം? നമുക്ക് ഡി എന്ന് പറയുന്നത് 54 മൈനസ് 65.
അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടുക. അപ്പോൾ എത്രയാണ്? 11 നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 11 വെറും 11 ആണോ? -11 നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേമാണ്, അതായത് പുറകോട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? നമ്മൾ കുറച്ചാൽ മതിയാവും. ആരിൽ നിന്ന്? ഇപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്നാണ് നമ്മൾ കുറയ്ക്കണമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് അല്ല കേട്ടോ, ഫോർത്ത് ടേമിൽ നിന്ന്. ഫോർത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം വരെയുള്ള പൊസിഷൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 4 - 1 3. അപ്പം 3-ൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, 65-ൽ നിന്ന് 4ാമത്തെ ടേമിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പോകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഡി എത്ര പ്രാവശ്യമാണ് കുറയ്ക്കുന്നത്? ഡി എന്ന് പറയുന്നത് 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡി എന്ന് പറയുന്നത് -11 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? 65 -33 എന്ന് വരും അല്ലേ. അഥവാ 65 + 33 എന്ന് വരും. ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 98. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ, വളരെ ചെറിയൊരു ക്ലാസ്സായിരുന്നു, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 18 മെൻഷൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.